നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തഭൂമിയിൽ വീണ്ടും ഉരുൾപൊട്ടൽ സാധ്യതയെന്ന് ഗവേഷകരുടെ കനത്ത മുന്നറിയിപ്പ്. കനത്ത മഴ തുടരുമ്പോൾ നേരത്തെ ദുരന്തം കണ്ട അതേ ഭൂമിയിലാണ് വീണ്ടും ഉരുൾപൊട്ടൽ ഭീഷണി ഉയർന്നത്. ഹ്യൂം സെന്ററിന്റെ പഠനപ്രകാരം മണ്ണിന്റെയും ദുർബലമായ പാറയുടെയും ഘടനകൾ കാരണം അടുത്ത 5 വർഷത്തേക്കും ഇവിടെ ജാഗ്രത ആവശ്യമുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. ജാഗ്രതയും സുരക്ഷയും മുൻനിർത്തി ഉദ്യോഗസ്ഥരും നാട്ടുകാരും കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണെന്നും പറയുന്നു. കനത്ത മഴ പെയ്യുന്നതിനാലും ഉരുൾപൊട്ടൽ പ്രഭവ കേന്ദ്രം ദുർബലമായി തുടരുന്നതിനാലും ഇതേ സ്ഥലത്ത് ഉരുൾപൊട്ടൽ ഉണ്ടാകാമെന്നാണ് വിലയിരുത്തൽ. കുറഞ്ഞത് 5 വർഷത്തേക്കെങ്കിലും ജാഗ്രത തുടരണമെന്ന് ഹ്യൂം സെന്റർ ഡയറക്ടർ CK വിഷ്ണുദാസ് പറയുന്നു. മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടെന്ന് 2024 ജൂലൈ 30 മുൻപ് തന്നെ ജില്ലാ ഭരണകൂടത്തിന് ഹ്യൂം സെന്റർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. 16 മണിക്കൂറിന് ശേഷം ഉരുൾപൊട്ടലുണ്ടാവുകയും ചെയ്തു. മുന്നറിയിപ്പ് കണക്കിലെടുത്ത് പ്രദേശത്തു നിന്ന് ആളുകളെ ഒഴിപ്പിക്കുവാൻ കാര്യമായ ഇടപെടൽ ഉണ്ടാകാത്തതാണ് മരണസംഖ്യ ഉയരുവാൻ കാരണമായതും. 2020 ഉരുൾപൊട്ടലിന് മുൻപ് ഹ്യൂം സെന്റർ പ്രവചനം കണക്കിലെടുത്ത് മുണ്ടക്കൈയിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. കഴിഞ്ഞ വർഷത്തെ മുന്നറിയിപ്പ് വേണ്ടത്ര ഗൗരവത്തിലെടുക്കുന്നതിൽ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് വീഴ്ചയുണ്ടായി. 2018 പ്രളയത്തിന്റെ ഓർമ്മകൾ ഇന്നും മലയാളിയുടെ മനസ്സിലൊക്കെ ഭീതിപ്പെടുത്തുന്നുണ്ട്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഈ 3 മാസങ്ങൾ കഴിഞ്ഞ 15 വർഷമായി കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്ന മാസങ്ങളാണ്. അതുകൊണ്ട് തന്നെ കേരളം കരുതലോടെ ഇരിക്കേണ്ട ദിവസങ്ങളാണ് അടുത്തുകൊണ്ടിരിക്കുന്നത്. യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ 2-3 ദിവസമൊക്കെ പെരുമഴ പെയ്യുകയും ഏതെങ്കിലും ഒരു പ്രദേശം അപ്പാടെ ഇല്ലാതാവുകയും ചെയ്യുന്ന പ്രതിഭാസമൊക്കെയാണ് ഇപ്പോൾ കേരളത്തിൽ പതിവായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ആ 4 ദിവസത്തെ തോരാമഴയിൽ 2018 6 ജില്ലകളാണ് ഏറെക്കുറെ മുങ്ങിപ്പോയത്. ആലപ്പുഴ ജില്ല പൂർണ്ണമായി മുങ്ങിയ സാഹചര്യം ഇക്കൊല്ലം ആവർത്തിക്കാനുള്ള സാധ്യതയൊന്നും നമുക്ക് തള്ളിക്കളയാനാകില്ല. 2018 മഹാപ്രളയത്തെ മുന്നിൽ കണ്ട വർഷത്തിൽ കേരളത്തിൽ 10 ജില്ലകളിലായി 341 മണ്ണിടിച്ചിലുകളാണ് ഉണ്ടായത്. കുറച്ചു വർഷങ്ങളായി കേരളത്തിൽ ഉരുൾപൊട്ടലുകൾ വർദ്ധിച്ചു വരുന്നതായാണ് കാണുന്നത്. 2015 2024 ഇടയിൽ ഇന്ത്യയിൽ 4000 ഉരുൾപൊട്ടലുകൾ ഉണ്ടായതിൽ 2500 എണ്ണവും കേരളത്തിലായിരുന്നു. 2001 നവംബർ 9 തിരുവനന്തപുരത്തെ കുടിയേറ്റ ഗ്രാമമായ തിരുവനന്തപുരം അമ്പൂരിയിൽ ഉരുൾപൊട്ടലുണ്ടായത്. പൊട്ടിയൊഴുകിയെത്തിയ ഉരുൾ കവർന്നെടുത്തത് 39 പേരുടെ ജീവനായിരുന്നു. അന്നോളം കേരളം കണ്ടതിൽ ഏറ്റവും വലിയ ഉരുൾപൊട്ടലായിരുന്നു അമ്പൂരിയിൽ ഉണ്ടായ ആ മഹാദുരന്തം. പിന്നീട് ഓരോ വർഷവും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഈ മാസങ്ങളിലൊക്കെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ പെയ്യുന്നതിന്റെ ഇരട്ടി മഴ വരെ ഉണ്ടായ സമയങ്ങളിലാണ് കേരളത്തിലെ ഉരുൾപൊട്ടലുകൾ എല്ലാം തന്നെ നടന്നത്. കഴിഞ്ഞ 30 വർഷമായി കേരളത്തിൽ ജൂണിലും ജൂലൈയിലും മഴ കുറയുകയും ഓഗസ്റ്റിലും സെപ്റ്റംബറിലും കൂടുകയും ചെയ്യുകയാണ്. മഴ കൂടുന്ന ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഉരുൾപൊട്ടലിൽ ഏറെ ഉണ്ടാകുന്നത്. 1961 മുതൽ 5874 ഉരുൾപൊട്ടലുകളാണ് പശ്ചിമ മലനിരകളിൽ ഉണ്ടായത്. ഇടുക്കി വെള്ളത്തൂവലിൽ കൃത്യം 50 വർഷം മുൻപ് 1974 ജൂലൈ 28 ഉരുൾപൊട്ടലിൽ 50 പേരാണ് മരിച്ചത്. 2018 ശേഷം ഉരുൾപൊട്ടലുകളുടെ തീവ്രത കൂടുകയാണ്. ഒപ്പം ജീവഹാനി കൂടുകയും നാശനഷ്ടമേറുകയും ചെയ്യുന്നു. 2018 അതിവർഷത്തിന് ശേഷം തീവ്ര ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളുടെ എണ്ണവും ഏറിയിരിക്കുന്നുണ്ട്. 2018 അതിവർഷത്തിൽ കേരളത്തിൽ ആകെ 341 ഉരുൾപൊട്ടലുണ്ടായി. ഇടുക്കിയിൽ മാത്രം 104 പേരുടെ ജീവനെടുത്ത 143 ഉരുൾപൊട്ടലുകൾ ഈ കാലയളവിലുണ്ടായി. മഹാപ്രളയം കേരളത്തെ ഒന്നാകെ മുക്കിക്കളഞ്ഞ വർഷമായിരുന്നു 2018. അതിശക്തമായ മഴയെ തുടർന്ന് മിക്ക ജില്ലകളിലും വെള്ളപ്പൊക്കവും മലയോര മേഖലകളിൽ ഉരുൾപൊട്ടലുമുണ്ടായി. അണക്കെട്ടുകളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ അവയുടെ ഷട്ടറുകൾ തുറന്നുവിട്ടത് വെള്ളപ്പൊക്കത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു. ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിലെ 54 അണക്കെട്ടുകളിൽ 35 എണ്ണവും ഒരേ സമയം തുറന്നുവിടേണ്ടി വന്നു. 26 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ചെറുതോണി അണക്കെട്ടിന്റെ 5 ഷട്ടറുകൾ 8 മീറ്റർ ഉയരത്തിൽ ഒരുമിച്ച് തുറക്കേണ്ടി വന്നു. ആലുവ ആ സമയം പൂർണ്ണമായി മുങ്ങി. നെടുമ്പാശ്ശേരി വിമാനത്താവളം വെള്ളത്തിലായി. കനത്ത മഴയിലും പ്രളയത്തിലും ഉരുൾപൊട്ടലിലും ഏകദേശം 483 പേർ മരിച്ചതായാണ് കണക്കുകൾ. സംസ്ഥാനത്ത് 14 പേരെയാണ് കാണാതായത്. ഓഗസ്റ്റിൽ 15 ലക്ഷം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ജീവിക്കേണ്ട അവസ്ഥയിലെത്തി. ഏകദേശം 40,000 കോടി രൂപയുടെ നഷ്ടമായിരുന്നു കേരളത്തിന് സംഭവിച്ചത്. 2019 കേരളത്തെ മുഴുവൻ വിറപ്പിച്ച കവളപ്പാറയും പുത്തുമലയും ദുരന്തഭൂമിയായത്. 2019 ഓഗസ്റ്റ് 8 വയനാട്ടിലെ പുത്തുമലയിലും മലപ്പുറം കവളപ്പാറയിലും ഉരുൾപൊട്ടിയത്. 17 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ദുരന്തത്തിൽ ഇനിയും 5 പേരെ കണ്ടെത്താനായിട്ടില്ല. മലവെള്ളപ്പാച്ചിലിൽ കവളപ്പാറയിൽ ഇല്ലാതായത് 59 ജീവനുകളാണ്. അതിൽ 11 പേരെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. ആദിവാസി കുടുംബങ്ങളായിരുന്നു അന്ന് അപകടത്തിൽപ്പെട്ടവരിൽ ഏറെയും. അന്ന് ദുരന്തമുണ്ടായ പുത്തുമലയിൽ നിന്ന് വെറും 2 കിലോമീറ്റർ മാത്രം അകലെയാണ് കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ. മൂന്നാറിന് സമീപം പെട്ടിമുടിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ അന്ന് ജീവൻ നഷ്ടമായത് 66 പേർക്കായിരുന്നു. 2020 ഓഗസ്റ്റ് 6 രാത്രിയിലായിരുന്നു പെട്ടിമുടിയിലെ തോട്ടം തൊഴിലാളികളുടെ ലയങ്ങളിലേക്ക് മല പൊട്ടി ഒലിച്ചിറങ്ങിയത്. 4 പേരുടെ മൃതദേഹങ്ങൾ ഇനിയും കിട്ടിയിട്ടില്ല. ഇവരെ പിന്നീട് സർക്കാർ മരിച്ചവരായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു.
2021 ഒക്ടോബർ 16 ഉച്ചയോടെയാണ് കോട്ടയം ജില്ലയിലെ കുട്ടിക്കലും സമീപ പഞ്ചായത്തുകളായ കൊക്കയാറിലും ഉരുൾപൊട്ടലുണ്ടാകുന്നത്. കോട്ടയം ഇടുക്കി ജില്ലകളുടെ അതിർത്തിയിലാണ് ഉരുൾപൊട്ടലുണ്ടായത്. 21 ജീവനുകളാണ് അന്ന് മണിമലയാറിന്റെ തീരത്തുള്ള ആ ഗ്രാമത്തിൽ നിന്ന് നഷ്ടമായത്. 2020 പെട്ടിമുടി, 2021 കുട്ടിക്കൽ എന്നിങ്ങനെ ഓരോ വർഷവും കേരളത്തിൽ നോവായി ഉരുൾ ദുരന്തങ്ങളൊക്കെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതം കേരളത്തിൽ അത്രയേറെ വലിയ പ്രശ്നങ്ങളിലേക്കാണ് കടന്നു കഴിഞ്ഞിട്ടുള്ളത്. മുന്നറിയിപ്പുകളൊന്നുമില്ലാതെ പെരുമഴയും ഉരുൾപൊട്ടലും സംഭവിക്കുന്ന ആയിരക്കണക്കിന് മലയോരങ്ങളാണ് ഇന്ന് കേരളത്തിലുള്ളത്. വയനാട് ദുരന്തത്തിൽ 140 പേരുടെ മൃതദേഹങ്ങൾ ഇനിയും കണ്ടുകിട്ടിയിട്ടില്ല. ചാലിയാർ പുഴയിലൂടെ 40 കിലോമീറ്റർ വരെ ഒഴുകിയ ശേഷമാണ് ജീർണിച്ച മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും അടക്കം കണ്ടെത്തിയത്. 600 ഏക്കർ ഭൂപ്രദേശം ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി എന്ന അവിശ്വസനീയമായ സാഹചര്യത്തിനാണ് വയനാട് സാക്ഷ്യം വഹിച്ചത്. ടൂറിസത്തിന്റെ മറവിൽ അധികൃത നിർമ്മാണവും പാറഖനനവും ഒക്കെയാണ് ഈ പ്രകൃതി ദുരന്തങ്ങളുടെ എല്ലാം അടിസ്ഥാന കാരണമായിരിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ മൂന്നാറും ദേവികുളവും അടിമാലിയും പീരുമേടും ഉൾപ്പെടെയുള്ള 50-ലേറെ അപകട മേഖലകളാണ് നിലവിലുള്ളത്. മലപ്പുറം, വയനാട്, കോഴിക്കോട് ജില്ലകളിലും ഇത്തരത്തിൽ അപകട സ്പോട്ടുകളൊക്കെ പലതാണ്. കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ഒക്കെയാണ്. 2018 എല്ലാ വർഷവും കേരളത്തിൽ അതിഭയാനകമായ ഒരു പ്രകൃതി ദുരന്തം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് സംസ്ഥാനത്തിന്റെ ഉറക്കം കെടുത്തുന്നത്. ചെറിയ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പെരുമഴയും വെള്ളപ്പൊക്കം സംഭവിക്കുന്നു എന്നതാണ് കേരളം നേരിടുന്ന വെല്ലുവിളി. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മലയോരങ്ങളിൽ ഉരുൾപൊട്ടൽ പതിവായിരിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാന പരിമിതിയായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോടുണ്ടായ മിന്നൽ ചുഴലിയിൽ തന്നെ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. ശനിയാഴ്ച പുലർച്ചെ 1:30 ശക്തമായ കാറ്റ് വീശിയടിച്ചത്. നാദാപുരം ടൗണിനടുത്ത് സംസ്ഥാന പാതയിലടക്കം മരം കടപുഴകി വീണു. ന്യൂക്ലിയസ് ഹോസ്പിറ്റൽ പരിസരത്ത് അപകടമുണ്ടായി. ഈ സമയത്ത് റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. നാദാപുരം ആവൂലം ചീറോത്തുകുക്കിൽ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും നാശനഷ്ടമുണ്ടായി. ലൈൻ പൊട്ടി വീണതിനാൽ വൈദ്യുതി വിതരണം പൂർണ്ണമായി നിർത്തിവെച്ചു. വെള്ളിയാഴ്ചയും ചുഴലിക്കാറ്റിന് സമാനമായ ശക്തമായ കാറ്റ് വീശിയിരുന്നു. നാദാപുരം പുളിയാവിലാണ് കനത്ത കാറ്റിൽ നാശനഷ്ടമുണ്ടായത്. നിരവധി വൃക്ഷങ്ങൾ കടപുഴകി വീണു. റോഡുകളും വീടുകളും വൈദ്യുത സംവിധാനങ്ങളുമൊക്കെ തകർന്നു. ഇതിന്റെ പിന്നാലെയാണ് രണ്ടാം ദിനവും ശക്തമായ കാറ്റ് വീശിയത്. കേരളത്തിലെ ഭൂപ്രകൃതിയും ആഗോളതലത്തിലുണ്ടാകുന്ന രൂക്ഷ കാലാവസ്ഥയും വ്യതിയാനങ്ങളും നിരീക്ഷിക്കുമ്പോൾ ഇനിയും ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന സൂചനകളൊക്കെയാണ് പുറത്തുവരുന്നത്. ദുരന്തങ്ങൾ രണ്ടു തരത്തിലുണ്ട്: പ്രകൃതിയാലുള്ളതും മനുഷ്യൻ സൃഷ്ടിക്കുന്നതും. പ്രകൃതിയാലുള്ള പ്രതിഭാസങ്ങളെ തടയാൻ നമ്മുടെ കയ്യിൽ മാർഗമില്ല. പക്ഷേ അതിന്റെ ആഘാതം കുറയ്ക്കുവാൻ നമുക്ക് സാധിക്കും. ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മുന്നൊരുക്കം നടത്തുക എന്നതാണ് ഏറ്റവും നല്ല പ്രതിരോധം. മുന്നറിയിപ്പ് സംവിധാനങ്ങൾ പരമാവധി മെച്ചപ്പെടുത്തണം. കേരളത്തിലെ ജനസാന്ദ്രത തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഏതൊരു കുടുംബത്തിനും അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ വേണ്ടിവരും. അതിനനുസരിച്ച് പ്രകൃതിയെ ആശ്രയിക്കുകയും ഇളക്കുകയും വേണ്ടിവരും. പരിസ്ഥിതിയെ ദ്രോഹിക്കാതെ നമുക്ക് മുന്നോട്ട് പോകുവാൻ പറ്റാത്ത അവസ്ഥയായി. മനുഷ്യരുടെ ഇടപെടൽ ഇല്ലാത്ത ഇടങ്ങളിലും ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നുണ്ട്. ന്യൂനമർദ്ദങ്ങളും അതിതീവ്ര മഴകളും ഉണ്ടാകുന്നത് ആഗോളതാപനം വരുത്തിവെക്കുന്ന കാലാവസ്ഥാ വ്യതിയാനം മൂലമാണ്. ദുരന്തം നടക്കുന്ന പ്രദേശത്തെ ആളുകളെ കുറ്റം പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാമെന്ന് മാത്രമേ പറയാൻ കഴിയൂ. ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടെന്ന് തോന്നുന്നില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.